എൻ്റെ കുടുംബം തകർത്തത് ആരായാലും അവരെ ഞാൻ നശിപ്പിക്കും. നെന്മാറ പോത്തുണ്ടി കൂട്ടക്കൊലക്കേസിലെ പ്രതി ചെന്താമര കോടതിക്ക് മുന്നിൽ വെച്ച് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞതാണിത്. ഇയാളെപ്പോലെ മനസ്സിൽ പകവെച്ച് നടക്കുന്ന കുറേ മനുഷ്യരുണ്ട് നമ്മുടെ നാട്ടിൽ. കൊലവിളിയും ഭീഷണിയുമായി ഇങ്ങനെ അലറി വിളിച്ച് നടക്കുന്നവരെ പേടിക്കണം കേട്ടോ. 2019 സജിത എന്ന വീട്ടമ്മയെ കൊലപ്പെടുത്തിയ കേസിന് ശേഷം പോത്തുണ്ടിയിലെ ജനങ്ങൾ ഭീതിയോടെയാണ് ഓരോ ദിവസവും ജീവിച്ചത്. അയാൾ ജാമ്യത്തിൽ പുറത്തിറങ്ങുമ്പോഴെല്ലാം നാട്ടുകാരുടെ ഉറക്കം നഷ്ടപ്പെട്ടിട്ടുണ്ട്. 2025 ജനുവരി 27 സജിതയുടെ ഭർത്താവിനെയും ഭർത്തൃമാതാവിനെയും കൊലപ്പെടുത്തിയതോടെ ചെന്താമര ഒരു പേടി സ്വപ്നമായി മാറി. പോത്തുണ്ടിയിലെ ജനങ്ങൾക്ക് ഇനി ഭയം കൂടാതെ ജീവിക്കാം. സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ചെന്താമരയ്ക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നു. പ്രതി കുറ്റം ആവർത്തിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ കോടതി എന്തുകൊണ്ടായിരിക്കും അയാൾക്ക് വധശിക്ഷ വിധിക്കാതിരുന്നത്? ഇതോടൊപ്പം വർക്കലയിൽ പ്രണയബന്ധത്തെ ചൊല്ലിയുള്ള തർക്കത്തിൽ കാമുകൻ്റെ സുഹൃത്തിനെ കൊന്ന കേസും കോട്ടയത്ത് കിടപ്പ് രോഗിയായ ഭാര്യയെ ഭർത്താവ് കൊലപ്പെടുത്തിയ സംഭവം ഉൾപ്പെടെ വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. ഞങ്ങൾ ഭയത്തോടെയാണ് ജീവിക്കുന്നത്. അയാൾക്ക് ജാമ്യമോ പരോളോ കിട്ടരുത്. ഒരിക്കലും അയാളെ പുറത്തു വിടരുത്. പാലക്കാട് പോത്തുണ്ടിയിലെ ചെന്താമരയ്ക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചതറിഞ്ഞ് കൊല്ലപ്പെട്ട സജിതയുടെ മക്കൾ ആശ്വാസത്തോടെ പറഞ്ഞതാണിത്. അച്ഛൻ സുധാകരനെയും അമ്മൂമ്മ ലക്ഷ്മിയെയും വധിച്ച കേസിൽ അയാൾക്ക് വധശിക്ഷ കിട്ടുമെന്നാണ് ആ പെൺകുട്ടികളുടെ പ്രതീക്ഷ. ചെന്താമരയുടെ ക്രൂരതയിൽ അനാഥരായ അതുല്യയ്ക്കും അഖിലയ്ക്കും നീതി കിട്ടണമെങ്കിൽ ഇരട്ടക്കൊലക്കേസിലും ശിക്ഷ വേണം. സജിതയെ കൊലപ്പെടുത്തിയ കേസ് അപൂർവങ്ങളിൽ അപൂർവമല്ലെന്ന് വ്യക്തമാക്കിയാണ് കോടതി പ്രതി ചെന്താമരയ്ക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചത്. പ്രതി 3 ലക്ഷം രൂപ പിഴയും ഒടുക്കണമെന്ന് പാലക്കാട് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയുടെ ഉത്തരവിലുണ്ട്. ചെന്താമര കുറ്റം ആവർത്തിക്കാൻ സാധ്യതയുണ്ടെന്ന് നിരീക്ഷിച്ച കോടതി ഇയാളുടെ സ്വഭാവം മാറുമെന്നോ നല്ലവനാകുമെന്നോ പ്രതീക്ഷയില്ലെന്നും വ്യക്തമാക്കി. സമൂഹ മനസാക്ഷിയെ നടുക്കിയ ക്രൂര കൊലപാതകത്തിന് പ്രതി ചെന്താമരയ്ക്ക് ഇരട്ട ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ച് കോടതി. ചെന്താമര 3.25 ലക്ഷം രൂപ പിഴയും ഒടുക്കണം. കൊലപാതകം, അതിക്രമിച്ചു കടക്കൽ കുറ്റങ്ങൾക്കാണ് ഇരട്ട ജീവപര്യന്തം തടവ് ശിക്ഷ. തെളിവ് നശിപ്പിക്കലിന് 5 വർഷം തടവും കോടതി വിധിച്ചിട്ടുണ്ട്. പ്രതിയുടെ മാനസിക നില ഭദ്രമെന്ന് വിലയിരുത്തിയ കോടതി ചെന്താമരയുടെ സ്വഭാവം മാറുമെന്നോ നല്ലവനാകുമെന്നോ പ്രതീക്ഷയില്ലെന്ന് പറഞ്ഞു. പരോൾ കൊടുക്കേണ്ട സാഹചര്യം വന്നാൽ സാക്ഷികൾക്ക് സംരക്ഷണം ഉറപ്പാക്കണം. സജിതയുടെ മക്കൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും വിധിന്യായത്തിൽ കോടതി വിശദീകരിച്ചു. വിധിയിൽ തൃപ്തരെന്ന് സജിതയുടെ മക്കളായ അഖിലയും അതുല്യയും പ്രതികരിച്ചു. പ്രതി പുറത്തിറങ്ങാതിരിക്കണമെന്നും കോടതിക്കകത്തുപോലും ഭയമായിരുന്നുവെന്നും മക്കൾ. ഇനി ജാമ്യമോ പരോളോ കിട്ടരുതെന്നാണ് ആഗ്രഹിക്കുന്നത്. അതെ, പരോളോ അങ്ങനെ വന്നാൽ ഇപ്പോഴും ഒരു ഭയത്തിൽ തന്നെയാണല്ലേ? നിങ്ങൾക്ക് ഇപ്പോഴും ഒരു ഭീഷണിയും ഭയം ഉണ്ട് ഇയാളെ, അതുകൊണ്ട് ഇനി ഒരിക്കലും ഇയാളെ പുറത്ത് വിടരുത്. ഈ കോടതിയിൽ പോലും നിൽക്കുമ്പോ ആ പേടി ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. അയാളെ ഞങ്ങളുടെ അടുത്ത് തന്നെയായിരുന്നു. പേടിയുണ്ടായിരുന്നു. വിധിയിൽ തൃപ്തരെന്നും അപ്പീൽ നൽകില്ലെന്നും പബ്ലിക് പ്രോസിക്യൂട്ടർ വിജയകുമാർ പ്രതികരിച്ചു. തൃപ്തനാണോ ഈ ഒരു വിധിയിൽ? നമ്മളുടെ എഫോർട്ടിന് കിട്ടിയ അംഗീകാരമാണ്. ഇതിൽ മേൽക്കോടതിയിൽ പോകാനുള്ള ഇതെല്ലാം ഒന്നുമില്ല. കാരണം എല്ലാ കാര്യങ്ങളും അംഗീകരിച്ചതാണ് കോടതി. അപ്പോൾ ഇതിന് മുകളിൽ മേൽക്കോടതിയിൽ പോയാൽ നമുക്ക് പോകേണ്ട ആവശ്യമില്ല, അവർ പോവുകയായിരിക്കും. ശാസ്ത്രീയ തെളിവുകൾ നിർണായകമായെന്ന് പാലക്കാട് SP അജിത് കുമാർ പ്രതികരിച്ചു. ഏറ്റവും പ്രധാനമാണ് നമ്മുടെ ശിക്ഷ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ ഒരു സയൻറ്റിഫിക് എവിഡൻസ് കറക്റ്റ് പ്രൊസീജിയർ ഫോളോ അപ്പ് ചെയ്തിട്ട് പോലീസ്ക്ക് ചെയ്യാൻ സാധിച്ചു. അതൊരു ഏറ്റവും നിർണായകം കാര്യമാണ് ഈ കേസിൻ്റെ കൺവിക്ഷനിലേക്ക് എത്തിച്ചിരിക്കുന്നത്. സാഹചര്യ തെളിവ് മാത്രമുള്ള കേസാണിതെന്നും കോടതി പരോൾ അനുവദിച്ചിരുന്നതാണെന്നും അതിനാൽ ശിക്ഷാ ഇളവ് തേടി ഹൈക്കോടതിയെ സമീപിക്കുമെന്നും പ്രതിഭാഗം അഭിഭാഷകരായ ഷൺമുഖാനന്ദനും മനോജ് ജേക്കബും പറഞ്ഞു. മറ്റുള്ള മർഡർ കേസുകളെല്ലാം പ്രതിക്ക് പരോൾ നിരോധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചെന്താമരയുടെ ഈ കേസിൽ പ്രതിക്ക് നിയമാനുസൃതം ലഭിക്കാവുന്ന പരോൾ ലഭിക്കാനും വേണ്ടി കോടതി പറഞ്ഞിട്ടുണ്ട്. എന്ത് തന്നെയാണെങ്കിലും ഈ ഉത്തരവിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ സമർപ്പിക്കുന്നതാണ്.
2019 ഓഗസ്റ്റ് 31 സജിതയെ പൂത്തുണ്ടി തിരുത്തമ്പാടത്തെ വീട്ടിനകത്ത് കഴുത്തിനു പിന്നിലും തോളിലും വെട്ടേറ്റ നിലയിൽ കണ്ടെത്തിയത്. ഭർത്താവ് സുധാകരൻ തിരുപ്പൂരിലും മക്കൾ സ്കൂളിലുമായിരുന്നു. തന്റെ കുടുംബം തകർത്തത് സജിതയാണെന്ന ചെന്താമരയുടെ സംശയമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. ഈ കേസിൽ ജാമ്യത്തിൽ കഴിയവേ 2025 ജനുവരി 27 സജിതയുടെ ഭർത്താവ് സുധാകരനെയും അദ്ദേഹത്തിന്റെ അമ്മ ലക്ഷ്മിയെയും ചെന്താമര കൊലപ്പെടുത്തിയിരുന്നു. ഇരട്ട കൊലപാതകത്തിൽ വിചാരണ ഇതുവരെ ആരംഭിച്ചിട്ടില്ല. സജിത വധക്കേസിലെ സാക്ഷി പുഷ്പയ്ക്ക് നേരെ ചെന്താമര വധഭീഷണി മുഴക്കിയതിനെ തുടർന്ന് അവർ നാടുവിട്ടുപോയിരുന്നു. സജിതയുടെയും സുധാകരന്റെയും മക്കൾക്ക് സർക്കാർ ജോലി നൽകണമെന്നാണ് നാട്ടുകാരുടെയും കുടുംബത്തിന്റെയും ആവശ്യം. ന്യൂസ് 18 പാലക്കാട്. മക്കളുടെ പ്രണയബന്ധങ്ങളും സൗഹൃദവും അംഗീകരിക്കാൻ യാഥാസ്ഥിതികരായ മലയാളി കുടുംബങ്ങൾക്ക് ഇക്കാലത്തും അല്പം പ്രയാസമാണ്. ജാതിയും മതവും മാത്രമല്ല, ദുരഭിമാനവും ഒരു പ്രശ്നമായി നിൽക്കുന്നുണ്ട്. പ്രണയത്തെ ചൊല്ലി രണ്ട് വീട്ടുകാർ തമ്മിൽ കലഹവും സംഘർഷവും ഉണ്ടാകാം. തിരുവനന്തപുരം വർക്കലയിൽ പ്രണയവുമായി ബന്ധപ്പെട്ട് രണ്ട് വീട്ടുകാർ തമ്മിലുണ്ടായ സംഘർഷത്തിനിടെ കാമുകൻ്റെ സുഹൃത്ത് കൊല്ലപ്പെട്ടു. കൊല്ലം ചിറ്റുമല സ്വദേശി അമലിനെയാണ് ക്രൂരമായി മർദ്ദിച്ചു കൊന്നത്. കേസിൽ പെൺകുട്ടിയുടെ പിതാവും ബന്ധുക്കളും ഉൾപ്പെടെ 4 പേരെ വർക്കല പോലീസ് അറസ്റ്റ് ചെയ്തു. ഒരാഴ്ച മുൻപായിരുന്നു സംഭവങ്ങളുടെ തുടക്കം. കാമുകനായിരുന്ന യുവാവിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഇതേക്കുറിച്ച് സംസാരിക്കാൻ വർക്കല കണ്ണമ്പയിലുള്ള വീട്ടിലെത്തിയപ്പോഴായിരുന്നു സംഘർഷവും മർദ്ദനവും നടന്നത്. പ്രണയബന്ധം തകർന്നതിനെ തുടർന്ന് കഴിഞ്ഞ കുറെ കാലങ്ങളായി ഇരു കുടുംബങ്ങളും തമ്മിൽ ഫോൺ വഴി തർക്കങ്ങൾ നടന്നു വരികയായിരുന്നു. ഇത് സംസാരിച്ച് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് അമലും സുഹൃത്തായ യുവാവും ബന്ധുക്കളും കണ്ണമ്പയിലെ പെൺകുട്ടിയുടെ വീടിന് സമീപത്തെത്തിയത്. തുടർന്ന് വാക്കുതർക്കമുണ്ടാവുകയും പെൺകുട്ടിയുടെ ബന്ധുക്കൾ ഇവരെ ക്രൂരമായി മർദ്ദിക്കുകയുമായിരുന്നു. സംഘർഷത്തിനിടെ അമലിന് അടിയേറ്റിരുന്നു. തുടർന്ന് വീട്ടിലേക്ക് മടങ്ങിയ അമൽ പിറ്റേന്ന് രാവിലെ കൂടുതൽ അവശനാവുകയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. തെങ്ങിൽ നിന്ന് വീണ് പരിക്കുപറ്റിയെന്നാണ് ആശുപത്രിയിൽ ബന്ധുക്കൾ പറഞ്ഞിരുന്നത്. എന്നാൽ സംശയം തോന്നിയ ഡോക്ടർ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. ഇതിനിടെ 17-ാം തീയതിയാണ് അമൽ മരിച്ചത്. ഇരുകൂട്ടരെയും ചോദ്യം ചെയ്തപ്പോഴാണ് കൊലപാതകം പുറത്തു വന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് പെൺകുട്ടിയുടെ പിതാവും ബന്ധുക്കളുമായ വർക്കല കണ്ണമ്പ സ്വദേശി സുരേഷ്, രാജേഷ്, അജിത്ത് എന്നിവരെ വർക്കല പോലീസ് അറസ്റ്റ് ചെയ്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 ആറ്റിങ്ങൽ. നമുക്ക് നല്ല സമ്പത്തും ആരോഗ്യവുമൊക്കെ ഉള്ളപ്പോൾ സ്നേഹിക്കാനും ചേർത്തു പിടിക്കാനും കുറേ ആളുകളുണ്ടാകും. എന്നാൽ ജീവിതത്തിൽ ചെറിയ വീഴ്ചകൾ സംഭവിക്കുമ്പോഴും ഒരസുഖം വരുമ്പോഴും അറിയാം എത്ര പേർ ഒപ്പം ഉണ്ടാകുമെന്ന്. ഒരുപക്ഷെ സ്വന്തം പങ്കാളി പോലും ഉപേക്ഷിച്ചു പോകുന്ന സാഹചര്യം വരാം. അല്ലെങ്കിൽ ബാധ്യതയാകുമെന്ന് കരുതി കൊലപ്പെടുത്താൻ പോലും മടിക്കാത്തവരുണ്ട്. കോട്ടയം കിടങ്ങൂരിൽ കിടപ്പ് രോഗിയായ ഭാര്യയെ ഭർത്താവ് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി. കിടങ്ങൂർ സ്വദേശിനി രമണിയെ കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവ് സോമനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കഴിഞ്ഞ ദിവസം രാത്രിയാണ് കൊലപാതകം നടന്നത്. രാത്രി 1:30-ഓടെ 70-കാരിയായ രമണിയെ ഭർത്താവ് സോമൻ കഴുത്തു ഞെരിച്ച് കൊല്ലുകയായിരുന്നു. ഇവരുടെ ഇളയ മകനെയും തൊട്ടുപിന്നാലെ ഇയാൾ കൊല്ലാൻ ശ്രമിച്ചു. എന്നാൽ ബഹളം കേട്ട് മൂത്ത മകൻ എത്തിയതോടെ കൊലപാതക ശ്രമം പരാജയപ്പെടുകയായിരുന്നു. പോലീസ് എത്തി സോമനെ കസ്റ്റഡിയിലെടുത്തു. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി രമണി കിടപ്പ് രോഗിയായിരുന്നു. ഇതിനു പിന്നാലെ സോമൻ വീട്ടിൽ നിന്ന് മാറി താമസിച്ചു എന്നാണ് വിവരം.
മൂത്ത മകന് ഇതോടെ ജോലിക്ക് പോകാനാവാത്ത അവസ്ഥയായി. തുടർന്ന് വീണ്ടും സോമനെ വീട്ടിലെത്തിച്ച് പരിചരണ ചുമതല ഏൽപ്പിച്ചു. ഇതിന് കഴിയാതെ വന്നതോടെയാണ് കൊലപാതകമെന്നാണ് പോലീസ് നൽകുന്ന പ്രാഥമിക വിവരം. കേസിൽ കിടങ്ങൂർ പോലീസാണ് നടപടികൾ സ്വീകരിക്കുന്നത്. ന്യൂസ് 18 കോട്ടയം. പോലീസുകാരനായ ഭർത്താവ് അറിയാതെ പണം സമ്പാദിക്കാനുള്ള സുമയുടെ അത്യാഗ്രഹം. അതിനായി ഓൺലൈൻ ട്രേഡിങ്ങും ലോൺ ആപ്പിൽ നിന്ന് വായ്പയും. ഒടുവിലൊരു കൊലക്കേസിൽ ജയിലിലാകുന്നു. പത്തനംതിട്ട കീഴ്വായ്പൂരിലെ സുമയുടെ കഥ എല്ലാ സ്ത്രീകളും ഒരു പാഠമാക്കേണ്ടതാണ്. സാമ്പത്തിക ബാധ്യത തീർക്കാനായി സുമയെ കണ്ടെത്തിയ എളുപ്പവഴിയായിരുന്നു ആസൂത്രിതമായ കവർച്ചയും വീടിന് തീയിടലും. സ്വർണ്ണമോഷണത്തിനായി അവർ കെട്ടിയിട്ട് തീ കൊളുത്തിയ വീട്ടമ്മയുടെ മരണം ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ്. കേസിൽ നേരത്തെ അറസ്റ്റിലായ സുമയ്ക്കെതിരെ പോലീസ് കൊലക്കുറ്റം കൂടി ചുമത്തി. കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ കഴിഞ്ഞ രാത്രിയിലാണ് ലതാകുമാരിയുടെ മരണം സംഭവിച്ചത്. ഈ മാസം 9-നാണ് ലതാകുമാരിയുടെ അയൽവാസിയും പരിചയക്കാരിയുമായ സുമയ്യ ഇവരുടെ വീട്ടിലെത്തി സ്വർണം അപഹരിച്ച ശേഷം കൈകാലുകൾ ബന്ധിച്ച് തീകൊളുത്തിയത്. ഗുരുതരമായി പൊള്ളലേറ്റ ലതാകുമാരിയെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും കഴിഞ്ഞ ദിവസം രാത്രിയിൽ മരിച്ചു. ഇവരുടെ വീടും ഭാഗികമായി കത്തിനശിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത് ഇങ്ങനെ: ഓഹരി ട്രേഡിംഗിലൂടെ കടുത്ത സാമ്പത്തിക ബാധ്യതയിലായിരുന്നു പ്രതി സുമയ്യ. ഇത് പരിഹരിക്കാനായി ലതയുടെ സ്വർണം പണയം വെക്കുന്നതിനായി ആവശ്യപ്പെട്ടു. സുമയ്യയുടെ ആവശ്യം ലതാകുമാരി നിരസിച്ചതോടുകൂടിയാണ് വീട്ടിലെത്തി സ്വർണം അപഹരിച്ച ശേഷം കൈകാലുകൾ കൂട്ടിക്കെട്ടി തീ കൊളുത്തിയത്. ലതാകുമാരിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സംഭവ ദിവസം തന്നെ പ്രതി സുമയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ലതാകുമാരി മരിച്ചതോടെ കൊലപാതക കുറ്റം കൂടി പോലീസ് ചുമത്തിയിട്ടുണ്ട്. കോയിപ്പുറം പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരന്റെ ഭാര്യയാണ് സുമയ്യ. സാമ്പത്തിക ബാധ്യത ഭർത്താവിനെ സുമയ്യ അറിയിച്ചിരുന്നില്ല. മല്ലപ്പള്ളി പഞ്ചായത്തിലെ ആശാവർക്കറാണ് മരിച്ച ലതാകുമാരി. പത്തനംതിട്ട. അടൂർ തൃച്ചേന്ദമംഗലം സ്കൂളിൽ കലോത്സവം നടക്കുന്ന സമയം. 9ാം ക്ലാസ് വിദ്യാർത്ഥിനികളായ മീനുവും ശിവർണയും വീട്ടിൽ നിന്നിറങ്ങിയെങ്കിലും സ്കൂളിലെത്തിയില്ല. വൈകുന്നേരമായിട്ടും കുട്ടികളെ കാണാതായതോടെ നാട്ടുകാരും പോലീസും അന്വേഷണം നടത്തുന്നു. അപ്പോഴാണ് കൊട്ടാരക്കരയ്ക്ക് സമീപം മരുതിമലയിൽ നിന്ന് 2 പെൺകുട്ടികൾ താഴേക്ക് ചാടിയതായി വിവരം ലഭിച്ചത്. സംഭവം അറിഞ്ഞ് രക്ഷിതാക്കൾ സ്ഥലത്തെത്തിയപ്പോൾ മീനു മരിച്ച നിലയിൽ. ഗുരുതരാവസ്ഥയിൽ ശിവർണ ആശുപത്രിയിൽ ചികിത്സയിലും. ഇവർ എന്തിനാണ് ഈ കടുങ്കൈ ചെയ്തതെന്ന് പോലീസ് വിശദമായി അന്വേഷിക്കുന്നുണ്ട്. ഇരുവരുടെയും ബാഗിൽ നിന്ന് ലഭിച്ച വിവരങ്ങളും പോലീസ് പരിശോധിച്ചു വരികയാണ്. മരുതിമലയിലെ അപകടകരമായ സ്ഥലത്തേക്ക് വെള്ളിയാഴ്ച വൈകിട്ട് പെൺകുട്ടികൾ കയറിപ്പോകുന്നത് ആളുകൾ ശ്രദ്ധിച്ചിരുന്നു. പിന്നെ കണ്ടത് താഴെ വീണ് കിടക്കുന്ന നിലയിലാണ്. സംഭവത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം തുടരുകയാണ്. വിദ്യാർത്ഥികൾ പാറയുടെ അപകടകരമായ ഭാഗത്തിരിക്കുന്ന ദൃശ്യങ്ങൾ സമീപവാസിയാണ് മൊബൈൽ ഫോണിൽ പകർത്തി പോലീസിന് നൽകിയത്. പൂയപ്പള്ളി പോലീസ് സ്ഥലത്തെത്തി വിദ്യാർത്ഥിനികളുടെ സമീപത്തേക്ക് എത്തുന്നതിന് മുൻപേ ഇരുവരും താഴ്വാരത്തേക്ക് എടുത്തു ചാടിയതായാണ് വിവരം. വീട്ടിൽ നിന്ന് ഇറങ്ങി ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാൻ നേരമാണ് മലയിൽ 2 പേര് ഇരിക്കുന്നതായിട്ട് കാണുന്നത്. കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് വീഡിയോ എടുത്ത് സൂം ചെയ്ത് നോക്കിയപ്പോൾ 2 കുട്ടികൾ ഇരിക്കുന്നതായിട്ട് കണ്ടപ്പോൾ അവരിയ്ക്കുന്നത് വേലിക്ക് മുന്നിലായതുകൊണ്ട്, അതായത് രക്ഷാവേലിക്ക് മുന്നിലായതുകൊണ്ട് പോലീസുകാരെല്ലാം വിളിച്ച് ഞങ്ങൾ എന്ത് വേണമെന്നുള്ള രീതിയിൽ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നോക്കി നിൽക്കുക. ഇവിടെ പോലീസുകാരെത്തി
അപ്പോൾ പോലീസ് ജീപ്പിൻ്റെ അടുത്തോട്ട് ഓടി സംസാരിക്കാൻ ചെല്ലാം എന്ന് കരുതി അങ്ങോട്ട് ചെല്ലുന്നതും അമ്മമാർ വിളിച്ചു പോകുന്നു മക്കളെ ചാടിയത്. അടൂർ തൃച്ചേന്തമംഗലം സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥികളായ ഇരുവരെയും കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ കാണാതായിരുന്നു. കുടുംബാംഗങ്ങൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അടൂർ പോലീസ് മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചതിന് പിന്നാലെയാണ് സംഭവം. മീനു സംഭവസ്ഥലത്ത് തന്നെ മരിച്ചിരുന്നു. രക്ഷാപ്രവർത്തനം നടത്തിയ നാട്ടുകാരോട് തനിക്ക് വീട്ടിൽ പോകേണ്ടെന്ന് ശിവർണ പറഞ്ഞതായി ഇവർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ആ കുട്ടികളെ കൊണ്ടുവന്ന് ആംബുലൻസിൽ കൊണ്ടുപോകുമ്പോൾ തന്നെ ഒരു കുട്ടിയുടെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു. മരിച്ചതെന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നു. മറ്റേ കുട്ടി വളരെ ഗുരുതരമായ അവസ്ഥയിലും അങ്ങനെ അവർ ഇവിടുന്ന് ആംബുലൻസിലും കൊണ്ടുപോയി. വിദ്യാർത്ഥിനികൾ ഇരുന്ന ഇടത്തു നിന്നും കണ്ടെത്തിയ ബാറ്ററിയില്ലാത്ത മൊബൈൽ ഫോണും ലൈബ്രറി പുസ്തകവും പോലീസ് പരിശോധിച്ചിരുന്നു. ഇതിൽ വലിയ അക്കത്തിൽ എഴുതിയിരുന്ന ഫോൺ നമ്പറിൽ വിളിച്ചപ്പോൾ ലഭിച്ച വിവരമാണ് ഇരുവരെയും തിരിച്ചറിയാൻ സഹായിച്ചത്. മുട്ടറ മരുതിമലയുടെ സുരക്ഷാവേലി മറികടന്ന് കുട്ടികൾ എങ്ങനെ അപകട സ്ഥലത്തെത്തിയെന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അടൂരിൽ ഇവർ പഠിച്ചിരുന്ന സ്കൂളിന് സമീപത്തെ കടയിൽ നിന്നും ഇരുവരുടെയും സ്കൂൾ ബാഗും കണ്ടെത്തിയിട്ടുണ്ട്. സ്കൂൾ ബാഗിലുണ്ടായിരുന്ന ബുക്കിൽ കുട്ടികൾ പോകുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില സൂചനകൾ ഉള്ളതായാണ് വിവരം. അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് രക്ഷിതാക്കളിൽ നിന്നും സഹപാഠികളിൽ നിന്നും വിശദമായ മൊഴി രേഖപ്പെടുത്തി വരികയാണ്. കൊട്ടാരക്കര. പൊതുപ്രവർത്തകരും ജനപ്രതിനിധികളും മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിക്കേണ്ടവരാണ്. അതിൽ അഴിമതിക്കാരും തട്ടിപ്പുകാരും ഒക്കെ ഉണ്ടാകാം. എന്നാൽ മോഷ്ടാക്കളായ ജനപ്രതിനിധികളെക്കുറിച്ചും അറിയണം. കണ്ണൂർ കൂത്തുപറമ്പിൽ വഴിയാത്രക്കാരിയായ വയോധികയുടെ സ്വർണ്ണമാല മോഷ്ടിച്ചത് CPM കൗൺസിലറാണ്. കണിയാർകുന്ന് സ്വദേശിനി ജാനകിയുടെ മാല മോഷ്ടിച്ച കേസിൽ കൂത്തുപറമ്പ് കൗൺസിലർ രാജേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. സംഭവത്തിന് പിന്നാലെ കൂത്തുപറമ്പ് ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗമായ രാജേഷിനെ പാർട്ടിയിൽ നിന്നും CPM പുറത്താക്കി. കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു കണിയാർകുന്നിലെ 77 വയസ്സുകാരിയായ കുന്നുമ്മൽ വീട്ടിൽ P ജാനകിയുടെ സ്വർണ്ണമാല പൊട്ടിച്ച സംഭവമുണ്ടായത്. ഈ കേസിലാണ് വീടുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന CPM കൗൺസിലർ പോലീസ് പിടിയിലായത്. കൂത്തുപറമ്പ് നഗരസഭയിലെ 4ാം വാർഡായ നൂഞ്ഞൂമ്പായിലെ കൗൺസിലർ മൂര്യാട് സ്വദേശി PP രാജേഷാണ് പ്രതി. വീടുമായി നല്ല സൗഹൃദമുണ്ടായിരുന്ന ആളാണിയാൾ. പാർട്ടി പരിപാടികൾ അറിയിക്കുന്നതിനും സാമൂഹ്യക്ഷേമ പെൻഷൻ നൽകുന്നതിനുമായി ഇയാൾ വീട്ടിലെത്താറുണ്ടായിരുന്നെന്ന് വയോധിക പറഞ്ഞു. മാല കവരുന്നതിനായി മഴക്കോട്ടും ഹെൽമറ്റും കയ്യുറയും ധരിച്ചാണ് മോഷ്ടാവ് തന്റെ ജൂപ്പിറ്റർ സ്കൂട്ടറിൽ വീട്ടിലെത്തിയത്. സംഭവം നടന്ന ദിവസം വീടിന്റെ പിന്നാമ്പുറത്ത് നിന്നും മീൻ മുറിക്കുകയായിരുന്ന ജാനകിയുടെ പിൻകഴുത്തിൽ പിടിക്കുകയും മാല പൊട്ടിച്ച് റോഡരികിൽ നിർത്തിയിട്ട സ്കൂട്ടറിൽ രക്ഷപ്പെടുകയുമായിരുന്നു. സ്കൂട്ടറിന്റെ നമ്പർ പ്ലേറ്റ് മറച്ചിരുന്നുവെങ്കിലും നീലനിറമുള്ള സ്കൂട്ടർ പോലീസ് അന്വേഷണത്തിൽ തിരിച്ചറിയുകയായിരുന്നു. കൂത്തുപറമ്പ് ACP KV പ്രമോദിന്റെ നേതൃത്വത്തിലാണ് കേസന്വേഷണം നടത്തിയത്. ചോദ്യം ചെയ്യലിൽ രാജേഷ് കുറ്റം സമ്മതിക്കുകയും കവർച്ച ചെയ്ത 1 പവന്റെ മാല ഇയാളിൽ നിന്നും കണ്ടെത്തുകയും ചെയ്തു. കൂത്തുപറമ്പ് സഹകരണ ബാങ്ക് ജീവനക്കാരനാണ് PP രാജേഷ്. നഗരത്തിലെ പാർട്ടി പരിപാടികൾക്ക് നേതൃത്വം നൽകിയിരുന്നത് രാജേഷാണ്. സൗമ്യ സ്വഭാവക്കാരനായ രാജേഷ് പാർട്ടി എതിരാളികളോട് പോലും സൗഹൃദത്തോടെയാണ് പെരുമാറിയിരുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു. ഭരണസ്വാധീനത്തിന് വഴങ്ങാതെ പോലീസ് അന്വേഷണവുമായി മുന്നോട്ടു പോയതോടെയാണ് രാജേഷ് കുടുങ്ങിയത്. ഇതിനിടെ PP രാജേഷിനെ പാർട്ടി അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയതായി CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. കൂത്തുപറമ്പ് ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗമായ രാജേഷ് പാർട്ടിയുടെ യശസ്സിനും സൽപ്പേരിനും കളങ്കമേൽപ്പിക്കും വിധം പ്രവർത്തിച്ചതിനാണ് പുറത്താക്കാൻ തീരുമാനിച്ചതെന്ന് വാർത്താക്കുറിപ്പിൽ പറയുന്നു. ന്യൂസ് 18 കണ്ണൂർ. ഒരു തരി പൊന്നിനിപ്പോൾ മണ്ണിനേക്കാൾ വിലയാണ്. അതുകൊണ്ട് തന്നെ സ്വർണ്ണാഭരണങ്ങൾ ഇടുന്നവർ സൂക്ഷിക്കണം കേട്ടോ. സ്വർണം മോഷ്ടിക്കാൻ ആളുകളെ ആക്രമിക്കാനും കൊല്ലാനും കവർച്ചാ സംഘം മടിക്കില്ല.
പാലക്കാട് സ്വർണം മോഷ്ടിക്കാനുള്ള ശ്രമത്തിനിടെ 62-കാരിയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. അട്ടപ്പാടി പാക്കുളം സ്വദേശി ജാനുവിനാണ് വെട്ടേറ്റത്. ഇവർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മോഷ്ടാവിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി 7:30യോടെയാണ് സംഭവം. അട്ടപ്പാടി പാക്കുളം സ്വദേശി 62-കാരി ജാനുവിനാണ് വെട്ടേറ്റത്. താമസിക്കുന്ന ഷെഡിന് പുറത്ത് കാൽപെരുമാറ്റം കേട്ടപ്പോൾ വാതിൽ തുറന്ന ജാനുവിനെ പുറത്തേക്ക് വലിച്ചിട്ട് മോഷ്ടാവ് ആക്രമിക്കുകയായിരുന്നു. കഴുത്തിൽ സ്വർണം പരതി നോക്കിയ മോഷ്ടാവ് കാതിലെ കമ്മൽ വലിച്ചു പൊട്ടിക്കാനും ശ്രമിച്ചു. ഇത് തടഞ്ഞപ്പോഴാണ് ജാനുവിനെ മാരകായുധം ഉപയോഗിച്ച് വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. ജാനുവിന്റെ കരച്ചിൽ കേട്ട് ഓടിയെത്തിയ അയൽക്കാരാണ് ആശുപത്രിയിലാക്കിയത്. തലയ്ക്കും കൈക്കുമാണ് പരിക്ക്. കൈവിരൽ അറ്റ നിലയിലാണ്. പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഇവരുടെ നില ഗുരുതരമായി തുടരുകയാണ്. സംഭവത്തിൽ അന്വേഷണം തുടങ്ങിയെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് 18 പാലക്കാട്. കാസർഗോഡ് മൊഗ്രാൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കലോത്സവങ്ങളിൽ വിദ്യാർത്ഥി സംഘടന പതിവ് കാഴ്ചയാണ്. സാധാരണ വലിയ കൂട്ടത്തല്ലോടെയാണ് കലോത്സവം സമാപിക്കാറുള്ളത്. അതിനാൽ തന്നെ ഇത്തവണ കനത്ത പോലീസ് കാവലിലായിരുന്നു മത്സരങ്ങളുടെ നടത്തിപ്പ്. എന്നാൽ പോലീസിന്റെ കൺമുന്നിൽ വെച്ചും വിദ്യാർത്ഥികൾ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടി. പോലീസ് ലാത്തി വീശിയതോടെയാണ് സംഘം പിരിഞ്ഞുപോയത്. സംഭവത്തിൽ 50 പേർക്കെതിരെ കുമ്പള പോലീസ് കേസെടുത്തിട്ടുണ്ട്. മൊഗ്രാൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കലോത്സവം സമാപിച്ചതിന് പിന്നാലെയാണ് കൂട്ടത്തലുണ്ടായത്. കലോത്സവത്തിനിടയിൽ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ പ്രശ്നമാണ് ചേരിതിരിഞ്ഞുള്ള അടിപിടിയിൽ കലാശിച്ചത്. സമീപ പ്രദേശങ്ങളിലെ സ്കൂളുകളിൽ നിന്ന് വന്ന വിദ്യാർത്ഥികളും യുവാക്കളും പക്ഷം ചേർന്നതോടെ സംഘർഷത്തിന്റെ വ്യാപ്തി വർദ്ധിച്ചു. നാട്ടുകാർ ഇടപെട്ടെങ്കിലും പ്രശ്നത്തിൽ അയവുണ്ടായില്ല. കുമ്പളം പോലീസ് എത്തി ലാത്തി വീശിയതോടെയാണ് സ്കൂൾ പരിസരത്തും മൊഗ്രാൽ ടൗണിലും കൂട്ടം കൂടി സംഘർഷത്തിലേർപ്പെട്ട വിദ്യാർത്ഥികൾ പിരിഞ്ഞുപോയത്. മൊഗ്രാൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കലോത്സവ സമാപനത്തിൽ വിദ്യാർത്ഥികൾ തമ്മിൽ സംഘടനമുണ്ടാകുന്നത് പതിവാണ്. അതിനാൽ PTA കമ്മിറ്റി നേരത്തെ തന്നെ പോലീസിന്റെ സാന്നിധ്യം അഭ്യർത്ഥിച്ചിരുന്നു. അതേസമയം സംഘർഷത്തിൽ ഭാഗമല്ലാത്ത വിദ്യാർത്ഥികളെയും പോലീസ് ലാത്തികൊണ്ട് അടിച്ചോടിച്ചതായും ആക്ഷേപമുണ്ട്. സംഘർഷത്തിനിടെ പരിക്കേറ്റ ചില വിദ്യാർത്ഥികൾ ആശുപത്രിയിൽ ചികിത്സ തേടിയതായും വിവരമുണ്ട്. സംഭവത്തിൽ 50ഓളം പേർക്കെതിരെ കുമ്പള പോലീസ് കേസെടുത്തു. കാസർഗോഡ്. അയൽവാസികൾ തമ്മിലുള്ള തർക്കത്തിൽ ആക്രമണവും കൊലപാതകവും വരെ നടക്കാറുണ്ട്. എന്നാൽ കൂടപ്പിറപ്പുകളെ പോലെ കഴിയേണ്ട അയൽവാസിയെ ആസിഡ് ഒഴിച്ച് ആക്രമിക്കുന്നവർ മനസാക്ഷി തൊട്ട് തീണ്ടിയിട്ടില്ലാത്തവരാണ്. കൊല്ലത്ത് 7 വർഷം മുൻപുണ്ടായ ആസിഡ് ആക്രമണം ചിലരെങ്കിലും ഓർക്കുന്നുണ്ടാകും. അയൽവാസികളെ ആസിഡ് ഒഴിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതിക്ക് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നു. പുത്തൂർ സ്വദേശി ഗോപകുമാറിന് 11 വർഷം കഠിന തടവാണ് ശിക്ഷ. പ്രതി 6 ലക്ഷം രൂപ പിഴയും ഒടുക്കണമെന്ന് കൊട്ടാരക്കര കോടതിയുടെ വിധിയിലുണ്ട്. ഏപ്രിൽ 14 കേസിനാസ്പദമായ സംഭവം. അയൽവാസിയായ സ്ത്രീയെ നിരന്തരമായി ശല്യപ്പെടുത്തിയതിൽ ഗോപകുമാറിനെതിരെ പുത്തൂർ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതിലുള്ള വിരോധത്താൽ സ്ത്രീയുടെ ഭർത്താവിനെയും സഹോദരനെയും ലക്ഷ്യമാക്കിയായിരുന്നു ആസിഡ് ആക്രമണം. പരാതിക്കാരായ അനി ജോൺ, ഇയാളുടെ ജ്യേഷ്ഠൻ ടെനി ജോൺ എന്നിവർ വീടിന് മുന്നിൽ നിന്നപ്പോൾ പ്രതി ഗോപകുമാർ പ്ലാസ്റ്റിക് കപ്പിൽ ആസിഡുമായി എത്തി ഇരുവർക്കും നേരെ ഒഴിക്കുകയായിരുന്നുവെന്നാണ് കേസ്. ആക്രമണത്തിൽ
രണ്ടുപേരുടെയും മുഖം, കണ്ണ്, കഴുത്ത്, ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ ഗുരുതരമായ പൊള്ളലേറ്റു. ഒരാൾക്ക് ഒരു കണ്ണും നഷ്ടപ്പെട്ടു. സംഭവത്തിൽ പുത്തൂർ SI രതീഷ് കുമാറാണ് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത്. കേസിൽ പ്രതി കുറ്റക്കാരനാണെന്ന് കഴിഞ്ഞ ദിവസം കോടതി കണ്ടെത്തിയിരുന്നു. പ്രതി ഗോപകുമാറിന് 11 വർഷം കഠിന തടവും 6 ലക്ഷം രൂപ പിഴയുമാണ് കൊട്ടാരക്കര അസിസ്റ്റന്റ് സെഷൻസ് ജഡ്ജി A. ഷാനവാസ് ശിക്ഷ വിധിച്ചത്. ദൃക്സാക്ഷികളായി നമ്മൾ 5 പേര്, അതിൽ 3 പേര് പരിക്ക് പറ്റിയവരും 3 പേരല്ല 2 പേര് പരിക്ക് പറ്റിയവരും 3 പേര് ദൃക്സാക്ഷികളെ നമുക്ക് ഇതിനകത്ത് കിട്ടി. അവർ ഇത്രയും പേരും പ്രോസിക്യൂഷനെ സപ്പോർട്ട് ചെയ്ത് തന്നെ മൊഴി പറഞ്ഞു. കേസിൽ 24 രേഖകളും 16 സാക്ഷികളെയും വിസ്തരിച്ചു. 6 തൊണ്ടിമുതലുകളും കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ന്യൂസ് 18 കൊട്ടാരക്കര. BLM മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളും സാമ്പത്തിക ഇടപാടുകളും അടിമുടി ദുരൂഹമാണ്. സെൻട്രൽ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നിയമങ്ങൾ മറികടന്നാണ് തൃശ്ശൂരിലെ തിയേറ്ററും IT പാർക്കും ചാനലും വാങ്ങിയതെന്നാണ് റിപ്പോർട്ട്. തൃശ്ശൂരിലെ രാഗം തിയേറ്റർ വാങ്ങിയ ശേഷം അതിൻ്റെ ആധാരം പണയം വെച്ച് ചെന്നൈയിലെ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ നിന്ന് 50 കോടി രൂപ BLM വായ്പയെടുത്തെന്നും IBക്ക് വിവരം ലഭിച്ചു. BLM സ്ഥാപകനായ പ്രേംകുമാർ ഈ കടലാസ് കമ്പനിയുടെ ഡയറക്ടറെന്നും രേഖകൾ വ്യക്തമാക്കുന്നു. മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ നടത്തുന്ന സാമ്പത്തിക തട്ടിപ്പുകൾക്കെതിരെ നേരത്തെ തന്നെ പരാതികൾ ഉയർന്നിരുന്നു. ഹൗസിംഗ് സൊസൈറ്റികൾക്ക് ഭവന വായ്പകൾക്കും നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും മാത്രമേ പണം ലോൺ കൊടുക്കാൻ കഴിയൂ. എന്നാൽ BLM നിക്ഷേപത്തുക മറ്റു പല ഇടപാടുകൾക്കുമായി ഉപയോഗിക്കുന്നുവെന്നാണ് പരാതി. BLMന്റെ പേരിൽ തിയേറ്ററും ആശുപത്രിയും ജ്വല്ലറികളും ഹോട്ടലുകളും കോളേജുകളും IT പാർക്കും ഉണ്ടെന്ന് അവർ തന്നെയാണ് പരസ്യപ്പെടുത്തിയിരിക്കുന്നത്. ഇതോടൊപ്പം BLM ട്രാൻസ്പോർട്ട് എന്ന പേരിൽ വാഹന ഇടപാടുകൾ നടത്തുന്നുവെന്നാണ് വിവരം. തമിഴ്നാട്, കേരളം, പോണ്ടിച്ചേരി തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന BLMന് ആകെ 130 ബ്രാഞ്ചുകളുണ്ട്. ഇതിൽ കേരളത്തിൽ മാത്രം 85 ബ്രാഞ്ച്. അതിൽ 10,000 കോടിയിലധികം രൂപയുടെ നിക്ഷേപമുണ്ടെന്നാണ് സൂചന. എന്നാൽ ബാങ്ക് ട്രാൻസാക്ഷൻ വഴി 600 കോടി മാത്രം. ബാക്കി കള്ളപ്പണ ഇടപാടുകളെന്നാണ് IBയുടെ റിപ്പോർട്ടിലുള്ളത്. 16 മുതൽ 20% വരെയും പലിശ വാഗ്ദാനം ചെയ്താണ് ഈ സഹകരണ സ്ഥാപനം നിക്ഷേപം സ്വീകരിക്കുന്നത്. 2023 ഇടുക്കി ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളും ക്രൈംബ്രാഞ്ചും BLMനെതിരെ ബഡ്സ് ആക്ട് പ്രകാരം കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു. പിന്നീട് ഹൈക്കോടതിയിൽ നിന്ന് ആ കേസുകളുടെ അന്വേഷണമെല്ലാം മരവിപ്പിച്ചു. സെൻട്രൽ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നിയമപ്രകാരം ഹൗസിംഗ് സൊസൈറ്റികൾക്ക് എന്റർടൈൻമെന്റ് സെക്ടറുകളിൽ പണം നിക്ഷേപിക്കാൻ അനുമതിയില്ല. എന്നാൽ BLM തിയേറ്ററുകളിലും ഒരു യൂട്യൂബ് ചാനലിലും പണം നിക്ഷേപിച്ചത് ഈ നിയമങ്ങളെല്ലാം മറികടന്നെന്നാണ് ആക്ഷേപം. വ്യവസായി ജോർജിൽ നിന്ന് തൃശ്ശൂരിലെ രാഗം തിയേറ്റർ വാങ്ങിയ BLM അതിന്റെ ആധാരം പണയം വെച്ച് ചെന്നൈയിലെ ബ്രേസ് ഫിൻവെസ്റ്റ് എന്ന സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ നിന്ന് 50 കോടി രൂപ വായ്പയെടുത്തെന്നും IBക്ക് വിവരം ലഭിച്ചു. നിക്ഷേപകരുടെ പണം കൊണ്ടുവാങ്ങിയ തിയേറ്റർ പണയപ്പെടുത്തി വായ്പയെടുത്തത് അംഗങ്ങളുടെ അനുമതി ഇല്ലാതെയെന്നും ആക്ഷേപമുണ്ട്. എന്നാൽ BLM സ്ഥാപകനായ പ്രേംകുമാർ ബ്രേസ് ഫിൻവെസ്റ്റ് എന്ന കടലാസ് കമ്പനിയുടെ ഡയറക്ടറെന്നും രേഖകൾ വ്യക്തമാക്കുന്നു. M5 യൂട്യൂബ് ചാനൽ വാങ്ങിയ BLM ഇത് സാറ്റലൈറ്റ് ചാനലാക്കുമെന്ന് പരസ്യപ്പെടുത്തി നിരവധി പേരിൽ നിന്ന് പണം പിരിക്കുന്നതായും ആക്ഷേപമുണ്ട്. എടപ്പാളിലുള്ള ശ്രീവത്സം ആശുപത്രി BLMന്റെ പേരിലെന്നാണ് അവരുടെ അവകാശവാദം. എന്നാൽ ഒരു ട്രസ്റ്റിന്റെ ഓഹരി വാങ്ങാൻ അനുമതിയില്ലെന്നിരിക്കെ ഈ ആശുപത്രി വാങ്ങിയതിലെ ഇടപാടുകളും ദുരൂഹമാണ്. ന്യൂസ് 18 കൊച്ചി. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ ഗൂഢാലോചന നടത്തിയത് 5-അംഗ സംഘമെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി. ബംഗളൂരുവിലെ ഗൂഢാലോചനയിൽ കേരളത്തിലെ ഉന്നതർക്കും പങ്കുണ്ടെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തോട് പോറ്റി വ്യക്തമാക്കിയത്. പ്രതിയുടെ തിരുവനന്തപുരം കാരേറ്റുള്ള കുടുംബ വീട്ടിൽ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഉടൻ
ബംഗളൂരുവിലെത്തിച്ച് ചോദ്യം ചെയ്യുമെന്നാണ് വിവരം. കേസിൽ കൂടുതൽ അറസ്റ്റിനും സാധ്യതയുണ്ട്. ദേവസ്വം ബോർഡിലെ ഉന്നതരുടെ അറിവോടും സമ്മതത്തോടെയുമാണ് സ്വർണം കവർന്നതെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി. ഇതിനുള്ള തെളിവുകൾ പലതും പ്രത്യേക അന്വേഷണ സംഘത്തിന് കിട്ടിയതായാണ് സൂചന. ഗൂഢാലോചന നടത്തിയത് 5 അംഗ സംഘമാണെന്നും ബംഗളൂരുവിലെ ഗൂഢാലോചനയിൽ കേരളത്തിലെ ഉന്നതർക്കും പങ്കുണ്ടെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രത്യേക അന്വേഷണ സംഘത്തോട് വ്യക്തമാക്കിയതായാണ് വിവരം. കൽപേഷ് ഉൾപ്പെടെയുള്ള കർണാടക സ്വദേശികൾക്കും ഇതിൽ പങ്കുണ്ട്. തനിക്ക് വലിയ ലാഭമുണ്ടായിട്ടില്ലെന്നും വൻ സാമ്പത്തിക നേട്ടമുണ്ടാക്കിയത് ഈ സംഘമാണെന്നും പോറ്റി അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരിയെ കസ്റ്റഡിയിലെടുത്ത് പോറ്റിയോടൊപ്പം ചോദ്യം ചെയ്യാനും സാധ്യതയുണ്ട്. സ്വർണ്ണപ്പാളികൾ കൈമാറിയതിലെ രേഖകൾ കാണാതായതിലടക്കം ദുരൂഹതയുണ്ടെന്നാണ് SITയുടെ നിഗമനം. കൽപേഷിന് ഹാജരാവാൻ നോട്ടീസ് നൽകിയതായും സ്ഥിരീകരിക്കാത്ത വിവരമുണ്ട്. അതിനിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പ്രത്യേക അന്വേഷണ സംഘം മണിക്കൂറുകളോളം പരിശോധന നടത്തി. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ചോദ്യം ചെയ്യുന്നതിനിടെയാണ് തിരുവനന്തപുരം കാരറ്റുള്ള കുടുംബ വീട്ടിൽ പരിശോധന നടത്തിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അടുത്ത ദിവസങ്ങളിൽ ബംഗളൂരുവിലും ഹൈദരാബാദിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. പ്രതിപട്ടികയിലുള്ള ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെയും ചോദ്യം ചെയ്യുമെന്നാണ് വിവരം. ഇതോടെ കേസിൽ കൂടുതൽ പേരുടെ അറസ്റ്റിനും സാധ്യതയുണ്ട്. ചൊവ്വാഴ്ചയോടെ ഹൈക്കോടതിയിൽ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിച്ചേക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. രാത്രി സമയങ്ങളിൽ ചില സ്ഥലങ്ങളിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ ഉള്ളിൽ പേടി തോന്നാറുണ്ട്. നേരം ഇരുട്ടായാൽ സാമൂഹ്യ വിരുദ്ധരുടെയും കൊള്ള സംഘങ്ങളുടെയും നിയന്ത്രണത്തിലുള്ള ഒറ്റപ്പെട്ട വിജനമായ പ്രദേശങ്ങൾ. തിരുവനന്തപുരം കാരോട് കഴക്കൂട്ടം ബൈപ്പാസ് ഇങ്ങനെയുള്ള സ്ഥലമാണ്. വാഹനയാത്രക്കാരെ ഉൾപ്പെടെ തടഞ്ഞു നിർത്തി പണവും സ്വർണവും കൊള്ളയടിക്കുന്ന സംഘങ്ങൾ അവിടെ തമ്പടിക്കാറുണ്ട്. ഈ സംഘത്തിലെ പ്രധാനികളായ 2 പേർ പൊഴിയൂർ പോലീസിൻ്റെ പിടിയിലായി. ആയിര സ്വദേശി ബിബിൻ, കാരോട് സ്വദേശി സുജൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. കൊല്ലം സ്വദേശികൾ സഞ്ചരിച്ച ബൈക്ക് തടഞ്ഞു നിർത്തി വാച്ചും പണവും കവർന്ന കേസിലാണ് നടപടി. തിരുവനന്തപുരം ഐര സ്വദേശി ബിബിൻ, കാരോട് സ്വദേശി സുജൻ എന്നിവരാണ് പൊഴിയൂർ പോലീസിന്റെ പിടിയിലായത്. കഴിഞ്ഞ 14-ന് രാത്രിയായിരുന്നു കേസിനാസ്പദമായ സംഭവം. കൊല്ലം സ്വദേശി സഞ്ചരിച്ച ബൈക്ക് തടഞ്ഞു നിർത്തി പണവും കയ്യിൽ കെട്ടിയിരുന്ന വാച്ചും കവർന്ന കേസിലാണ് അറസ്റ്റ്. പൊടിയൂർ ചെങ്കവിളയിൽ നിന്ന് പിടികൂടിയ പ്രതികൾ മുമ്പും സമാനമായ രീതിയിൽ പിടിച്ചുപറി നടത്തിയ കേസിൽ പോലീസ് തെരയുന്നവരാണ്. കാരോട് കഴക്കൂട്ടം ബൈപ്പാസിൽ രാത്രി സമയത്ത് വാഹനങ്ങൾ തടഞ്ഞു നിർത്തിയാണ് ഇവർ പ്രധാനമായും കവർച്ച നടത്തിയിരുന്നത് എന്ന് പോലീസ് പറയുന്നു. ആക്രമണത്തിനിരകളായ കൊല്ലം സ്വദേശികൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. കവർച്ചാ സംഘത്തിൽ കൂടുതൽ പേരുണ്ടോയെന്ന് പോലീസ് അന്വേഷിച്ചു വരുന്നു. പിടിയിലായവരെ നെയ്യാറ്റിൻകര കോടതിയിൽ ഹാജരാക്കും. ന്യൂസ് 18 നെയ്യാറ്റിൻകര. ഒഡീഷയിൽ നിന്ന് കഞ്ചാവ് ട്രെയിൻ വഴി എത്തിക്കും. പിന്നീട് കാസർഗോഡ് ബോർക്കാടിയിലെ വീട്ടിൽ സൂക്ഷിച്ച ശേഷം വിൽപ്പന. പോലീസ് നടത്തിയ അപ്രതീക്ഷിത റെയ്ഡിലാണ് ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ചുള്ള വൻ ലഹരി സംഘത്തെക്കുറിച്ച് വിവരം ലഭിച്ചത്. ബോർക്കാടിയിൽ വീടിന് സമീപത്തെ ഷെഡിൽ സൂക്ഷിച്ച 116 കിലോ കഞ്ചാവ് പിടികൂടിയ കേസിൽ മുഖ്യപ്രതിയെ അറസ്റ്റ് ചെയ്തു. മൈസൂരു സ്വദേശി സിദ്ധഗൌഡയാണ് പിടിയിലായത്. കേസിൽ ഇനി ഉപ്പള സ്വദേശികൾ ഉൾപ്പെടെ കൂടുതൽ പേരെ
പിടികൂടാനുണ്ടെന്ന് പോലീസ് പറയുന്നു. കഴിഞ്ഞ 8-ാം തീയതി പുലർച്ചെയാണ് കൊടലമുകൂർ സുള്യമയിൽ ഷെഡിൽ നിന്ന് ചാക്കുകളിൽ സൂക്ഷിച്ചിരുന്ന കഞ്ചാവും വാഹനവും പിടികൂടിയത്. പോലീസിൽ ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് ശേഖരം കണ്ടെത്തിയത്. കഞ്ചാവ് കടത്തിന് പിന്നിൽ ആരാണെന്ന സൂചന ലഭിച്ചതിനെ തുടർന്ന് പോലീസ് പ്രതികളെന്ന് സംശയിക്കുന്നവർക്കായി അന്വേഷണം ആരംഭിച്ചിരുന്നു. എന്നാൽ സംഭവത്തിന് ശേഷം ഇവരുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. പിന്നീട് CCTV ക്യാമറയും മൊബൈൽ ഫോൺ ലൊക്കേഷൻ ഉൾപ്പെടെ പരിശോധിച്ചാണ് മൈസൂരു സ്വദേശിയായ സിദ്ധഗൌഡിലേക്ക് എത്തിയത്. ഒഡീഷയിൽ നിന്നാണ് കഞ്ചാവ് കേരളത്തിലേക്ക് എത്തിച്ചതെന്നും നേരത്തെയും കഞ്ചാവ് കടത്തിയിരുന്നതായും പ്രതി സമ്മതിച്ചു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കാസർഗോഡ്. കൊല്ലം മയ്യനാട് സ്വദേശി അനിൽകുമാർ പോലീസിന്റെ നോട്ടപ്പുള്ളിയാണ്. നിരവധി ലഹരി കേസുകളിൽ പ്രതിയായ യുവാവ് അകത്തായാലും പിന്നീട് ജാമ്യം കിട്ടി പുറത്തിറങ്ങും. അതോടെ വീണ്ടും ലഹരിക്കടത്തിലേക്ക് തിരിയുന്നതാണ് ഇയാളുടെ രീതി. കഴിഞ്ഞ ദിവസം ട്രെയിൻ മാർഗം കടത്തിക്കൊണ്ടുവന്ന 20 കിലോയിലധികം കഞ്ചാവുമായി അനിലിനെ പോലീസ് വീണ്ടും അറസ്റ്റ് ചെയ്തു. കൊല്ലം സിറ്റി ഡാൻസാ സംഘവും ഈസ്റ്റ് പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടിച്ചെടുത്തത്. രാവിലെ തിരുപ്പതിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന ട്രെയിനിലാണ് കഞ്ചാവ് കടത്തിയത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സിറ്റി ഡാൻസ് ഓഫ് സംഘം പരിശോധന നടത്തിയത്. മയ്യനാട് സ്വദേശി അനിൽകുമാറിൽ നിന്ന് പെട്ടിയിലാക്കിയ നിലയിൽ 20 കിലോയിൽ അധികം കഞ്ചാവാണ് പിടികൂടിയത്. പിടികൂടിയ കഞ്ചാവ് ശേഖരത്തിന് വിപണിയിൽ 10 ലക്ഷം രൂപ വില മതിക്കും. ഏറെ നാളുകളായി അനിൽകുമാർ ഡാൻസ് ഓഫ് സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു. സമാനമായ കേസുകളിൽ മുമ്പും ഇയാൾ പിടിയിലായിട്ടുണ്ട്. ഓരോ തവണ പിടിയിലായ ശേഷവും ജാമ്യത്തിലിറങ്ങി വീണ്ടും കഞ്ചാവ് കച്ചവടത്തിന് ഇറങ്ങുകയാണ് പതിവ്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിക്കുന്ന കഞ്ചാവ് ചില്ലറ വിൽപ്പന നടത്തും. ഡാൻസ് ഓഫ് സംഘത്തിനൊപ്പം കൊല്ലം ഈസ്റ്റ് പോലീസും ചേർന്നാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊല്ലം. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. നെയ്യാറ്റിൻകരയിൽ യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആരോപണ വിധേയനായ നഗരസഭാ കൗൺസിലർക്ക് ജാമ്യം. കോൺഗ്രസ് കൗൺസിലർ ജോസ് ഫ്രാങ്കിന് ജില്ലാ കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. കായംകുളത്ത് സ്കൂട്ടറിൽ യാത്ര ചെയ്യുകയായിരുന്ന ടെക്സ്റ്റൈൽസ് ജീവനക്കാരെ അടിച്ചു വീഴ്ത്തി സ്വർണ്ണ ചെയിൻ കവർന്ന കേസിൽ പ്രതി പിടിയിൽ. പിടിയിലായത് പത്തിയൂർ സ്വദേശി ശംഭു എന്ന പാർത്തൻ. കണ്ണൂർ മട്ടന്നൂരിൽ 50 ഗ്രാം MDMA-യുമായി യുവാവ് പിടിയിൽ. ന്യൂമാഹി സ്വദേശി ഋഷഭാണ് പോലീസിന്റെ പിടിയിലായത്. കേരളത്തിലെ പല വീടുകളിലും വൃദ്ധ മാതാപിതാക്കൾ ഇപ്പോൾ തനിച്ചാണ് താമസിക്കുന്നത്. മക്കൾ വിദേശത്താണെങ്കിലും അവർക്ക് ആവശ്യത്തിന് പണമൊക്കെ അയച്ചു കൊടുക്കുന്നുമുണ്ട്. അങ്ങനെയുള്ള വയോധികരെ കബളിപ്പിക്കാനും എളുപ്പമാണ്. കോട്ടയം ചങ്ങനാശ്ശേരി സ്വദേശികളായ വൃദ്ധ ദമ്പതികളിൽ നിന്ന് വെർച്വൽ അറസ്റ്റിലൂടെ 50 ലക്ഷം രൂപ തട്ടിയെടുക്കാൻ ശ്രമമുണ്ടായി. പോലീസ് ഉദ്യോഗസ്ഥരുടെ വേഷത്തിൽ വാട്സപ്പ് വഴി വീഡിയോ കോൾ ചെയ്താണ് തട്ടിപ്പുകാർ വൃദ്ധ ദമ്പതിമാരെ സമീപിച്ചത്. ദമ്പതികളുടെ അക്കൗണ്ടിലൂടെ പരിധിയിൽ കവിഞ്ഞ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്നും ഈ അക്കൗണ്ട് രാജ്യവിരുദ്ധ ഇടപാടുകൾക്കായി ഉപയോഗിക്കുന്നുണ്ടെന്നും തട്ടിപ്പുകാർ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. നിങ്ങൾ വെർച്വൽ അറസ്റ്റിലാണെന്ന് പറഞ്ഞ ശേഷം
അറസ്റ്റ് ഒഴിവാക്കാൻ 50 ലക്ഷം രൂപ ആവശ്യപ്പെടുകയും ചെയ്തു. ഈ പണം അയക്കാൻ എത്തിയപ്പോൾ ബാങ്ക് ഉദ്യോഗസ്ഥർക്ക് തോന്നിയ സംശയമാണ് വലിയ തട്ടിപ്പിൽ നിന്നും വൃദ്ധ മാതാപിതാക്കളെ രക്ഷിച്ചത്. സംഭവത്തിൽ ചങ്ങനാശ്ശേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതുപോലെ നാളെ നിങ്ങൾക്കും ഫോൺ കോളുകൾ വരാം. തട്ടിപ്പാണെന്ന് തിരിച്ചറിയുക, ഉടൻ പോലീസിനെ അറിയിക്കുക. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.